ഇനി എന്തായാലും നമുക്ക് വൈകണ്ടല്ലേ, നമുക്ക് ഡൽഹിയിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൽഹി ടീം തയ്യാറാണ്. എസ് ശ്രീകാന്തും സംഘവും. ശ്രീകാന്ത്, നമസ്തേ, ഗുഡ് മോർണിംഗ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് കേരളം ഉറ്റുനോക്കുന്ന, ഭാരതം ഉറ്റുനോക്കുന്ന ഒരു ബജറ്റ് മാത്രമല്ല, ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന ഒരു ബജറ്റായി ഭാരതത്തിന്റെ ബജറ്റ് മാറിയിരിക്കുന്നു എന്നുള്ളൊരു അഭിമാന മുഹൂർത്തം, അഭിമാന ദിവസം കൂടിയാണ് ഇന്ന്. ഏറ്റവും ഒടുവിൽ ഇന്നലെ പുറത്തു വന്ന IMF റിപ്പോർട്ട് അനുസരിച്ച് ആഗോള GDP-യിൽ ഏറ്റവും അധികം സംഭാവന നൽകുന്ന രാഷ്ട്രങ്ങളിൽ രണ്ടാമതായി കുതിച്ചുയരുകയാണ് ഭാരതം. ഈ വേളയിൽ പ്രതീക്ഷകൾ ഒട്ടേറെ ആണ്. വിലയിരുത്തലുകൾ ധാരാളമുണ്ട്. ഒട്ടേറെ വിദഗ്ധ അഭിപ്രായങ്ങൾ ഡൽഹി ടീം ഇതിനകം തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചു കഴിഞ്ഞു. എന്തായാലും അടുത്ത അരമണിക്കൂർ ഡൽഹി ടീമിനൊപ്പം രാജ്യ തലസ്ഥാനത്ത് പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ നിന്ന് എസ് ശ്രീകാന്തും സംഘവും ചേരുകയാണ്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്, നമസ്തേ, ഓവർ ടു യു. വെരി ഗുഡ് മോർണിംഗ് പ്രദീപ് പിള്ളൈ, രാഖി. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇത് നമ്മുടെ പാർലമെന്റ്, അതായത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന് മുന്നിലാണ്. ഇവിടെയാണ് ഇന്ന് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. എനിക്കൊപ്പം നമ്മുടെ ഡൽഹിയിലെ സീനിയർ റിപ്പോർട്ടേഴ്സായ ജിഷ്ണു കൃഷ്ണനും അതോടൊപ്പം തന്നെ നന്ദഗോപനും ചേരുന്നുണ്ട്. വെൽക്കം ബോത്ത് ഓഫ് യു. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ സുപ്രധാനമായ ദിവസമാണ്. വികസന കുതിപ്പിലേക്ക് ഭാരതം നീങ്ങുമ്പോൾ അതിന് ബലമേകുന്ന തരത്തിൽ ഇതാ നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു. ഇപ്പോൾ നന്ദൻ, ജിഷ്ണു, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് 11 മണിയാകുമ്പോൾ ബജറ്റ് അവതരണത്തിനായി മന്ത്രി നിർമ്മലാ സീതാരാമൻ ഇവിടേക്ക് എത്തുന്നു. നിർമ്മലാ സീതാരാമന്റെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ചില വിശേഷങ്ങൾ കൂടിയുണ്ട്. ഇന്ന് ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നു, അവരുടെ 9ാമത്തെ ബജറ്റാണ്. അങ്ങനെ ജിഷ്ണു, അതിനെക്കുറിച്ച് ഒന്ന് സംസാരിച്ചു. തീർച്ചയായും ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, തുടർച്ചയായി 9 ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ ധനമന്ത്രി എന്ന റെക്കോർഡാണ് ഒരു വനിതയായിട്ടുള്ള നിർമ്മലാ സീതാരാമന്റെ പേരിൽ എത്തുന്നത് എന്നുള്ളതാണ്. മുമ്പ് 10 തവണ തുടർച്ചയായി ഭാരതി ദേശായി ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് വ്യത്യസ്ത കാലഘട്ടങ്ങളിലായിരുന്നു. ഇത് 2019 ധനമന്ത്രിയായി നിർമ്മലാ സീതാരാമൻ എത്തിയതിനു ശേഷം അവിടെ നിന്നിങ്ങോട്ട് തുടർച്ചയായി 9 ബജറ്റുകൾ ഭാരതത്തിന്റെ ബജറ്റ് ഒരു വനിത അവതരിപ്പിക്കുന്നു. അതും 2047 ഭാരതത്തെ വികസിത രാജ്യമാക്കി മാറ്റുക എന്ന കൺസെപ്റ്റോട് കൂടിയാണ് കഴിഞ്ഞ ഒരു 2-3 വർഷവും ഇത്തവണത്തെയും ബജറ്റ് എന്നുള്ളതും. അതിനകത്തൊരു കാര്യമുണ്ട്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ വലിയ തോതിൽ, കേരളത്തിലൊക്കെ വലിയ തോതിൽ ഫെമിനിസം എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും 4 ആൾ കൂടിയിരുന്ന് മറ്റുള്ളവരെ തെറി പറയുന്നതോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് പരസ്പരം ചെളിവാരി എറിയുന്നതോ ഒക്കെയാണ്. ശരിക്കും അങ്ങനെ തന്നെയല്ലേ നന്ദൻ നമ്മൾ കണ്ടുവരാറുള്ളത്, കേരളത്തിൽ അങ്ങനെ കണ്ടുവരാറുള്ളത്. ആ സമയത്താണ് ഒരു വനിത, അവരാദ്യം പ്രതിരോധ മന്ത്രിയായിരുന്നു, ഈ മഹത്തായ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്നു അവർ. അതിനുശേഷം നമ്മുടെ ധനകാര്യം കൈകാര്യം ചെയ്തു തുടങ്ങി. ഇത്രയധികം അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നമ്മളെ ഞെക്കിഞ്ഞിരുക്കിയിട്ടും ഈ രാജ്യത്തിന്റെ സാമ്പത്തികമായി മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ധനമന്ത്രിയാണ്. അവരുടെ കയ്യിലാണ് പഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു വനിതയുടെ കയ്യിലേക്ക് അത് വരുമ്പോൾ ഇത് തന്നെയല്ലേ യഥാർത്ഥ ഫെമിനിസം, യഥാർത്ഥ സ്ത്രീ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ആ സ്ത്രീ ശക്തി, നാരീ ശക്തി എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണത്തിന്റെ മകുടോദാഹരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് പ്രസംഗം നടത്തിയിട്ടുള്ളതും അതൊരു സ്ത്രീ തന്നെയാണ്, മറ്റാരുമല്ല, നിർമ്മലാ സീതാരാമൻ തന്നെയാണ്. ഏതാണ്ട് 2 മണിക്കൂർ 54 മിനിറ്റ് നീണ്ട ബഡ്ജറ്റ് പ്രസംഗം നടത്തി ചരിത്രത്തിന്റെ ഭാഗമാകുകയും ചെയ്തു നിർമ്മലാ സീതാരാമൻ എന്നുള്ളതാണ്. മാത്രമല്ല, 2047 ഭാരതം വികസിത രാഷ്ട്രമാകാൻ പോകുന്നു. ആ വികസിത രാഷ്ട്രം എന്നുള്ള കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ ബഡ്ജറ്റും തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. താൽക്കാലികമായി ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിനെ മറികടക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുവാനോ ഒന്നുമല്ല ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ചരിത്രം പരിശോധിച്ചാൽ അതുതന്നെയാണ്. 2047 എന്നുള്ള ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു വലിയ പ്രയാണം തന്നെയാണ്. അതുതന്നെയാകും സ്വാഭാവികമായി നമുക്ക് ഇന്നും കാണാൻ കഴിയും. അതിനകത്തൊരു കാര്യം കൂടിയുണ്ട്, ഈ ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു ഇത് വരുന്നത്, ഇതിനു മുൻപ് എനിക്ക് തോന്നുന്നു 1999 ഒരു ബജറ്റ് വാജ്പേയിയുടെ കാലത്താണെന്ന് തോന്നുന്നു, ഒരു ബജറ്റ് സമാനമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അത് ഫെബ്രുവരി ഈ
ഞായറാഴ്ച വന്നപ്പോഴും വാജ്പേയി സർക്കാരിന്റെ കാലത്ത് അന്ന് തന്നെ ബജറ്റ് അവതരിപ്പിക്കാം എന്നുള്ള തീരുമാനമെടുക്കുകയും 99-ൽ ഏകദേശം 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ഞായറാഴ്ച ഭാരതം എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുടെ ഞായറാഴ്ച എന്ന് പറയുന്നത് ഡൽഹിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തീർച്ചയായും വലിയ മാറ്റങ്ങളുണ്ട്. അതായത് ഫെബ്രുവരി അവസാനത്തേക്കായിരുന്നു മുൻകാലങ്ങളിൽ ബജറ്റ് അവതരിപ്പിച്ചത്. ഒരു ഇയർ എൻഡിങ് അടുത്തൊരു സാമ്പത്തിക വർഷം തുടരുന്നു, അതിലൊരു മാറ്റം വരുന്നു. ഒപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ വിഷയത്തിലാണ്. ഈ ബജറ്റ് സമ്മേളനം തുടങ്ങുമ്പോൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം അതിൽ രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടിയ ചില വാക്കുകളുണ്ട്. കുടിൽ വ്യവസായം മുതൽ പ്രതിരോധം വരെ ഭാരതത്തിന്റെ വനിതാ ശക്തി ഇന്ന് മുൻപോട്ട് കുതിക്കുകയാണ്. അതാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം എന്താണെന്ന് ഭാരതം പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കെനിക്ക് തോന്നുന്നു ബജറ്റിന്റെ കുറച്ച് ഉള്ളടക്കത്തിലേക്ക് പോകാം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ കണ്ടിരുന്നു യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടെത്തുകയും മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുന്ന നമ്മുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പിടുകയും ചെയ്തു. ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നത് കൂടിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന്, വികസന കുതിപ്പിന്, ഈ രാജ്യം നേരിടാൻ പോകുന്ന പുരോഗതിയുടെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ പറയാം. ഈ അമേരിക്കയൊക്കെ നമ്മളെ താരിഫ് ചുമത്തി ഇങ്ങനെ ഞെക്കി കൊല്ലാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരുത്തിൽ ഈ രാജ്യം അങ്ങനെ ഒരു ട്രേഡ് എഗ്രിമെന്റ് ഒപ്പിട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ട്രേഡ് എഗ്രിമെന്റിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ബജറ്റ് കൂടി വരുന്നത്. തീർച്ചയായും ഈ യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ 27 യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് ഭാരതത്തിന്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ തീരുവ ഇളവോട് കൂടി എത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായും ബജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്നുള്ളത്, ഒന്ന് അടിസ്ഥാന സൗകര്യ വികസനമായിരിക്കും. ഭാരതത്തിന്റെ കഴിഞ്ഞ നാളുകളിൽ ഇപ്പോൾ രാജ്യത്ത് നോക്കിയാൽ കാണാം എവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. ജനങ്ങൾ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന്റെ കാര്യം എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ രാജ്യത്തിനകത്ത് നടത്താതിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഭാരതത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനം എല്ലാ മേഖലയിലും വർദ്ധിപ്പിക്കാനുള്ള സമ്പൂർണ്ണമായിട്ടുള്ള പാക്കേജുകൾ ഉണ്ടാകും. ഞാൻ അതിന്റെ ഇടയിൽ ഒന്ന് പറഞ്ഞോട്ടെ, PCR നമ്മളോട് ഒരു ബ്രേക്ക് എടുക്കാൻ പറയുന്നില്ലേ, നമ്മുടെ ബജറ്റ് താളം തെറ്റും എന്നാണ് PCR പറയുന്നത്. അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക്, അതിനുശേഷം തിരികെ വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജനം ടിവിക്കൊപ്പം തുടരുക. ഇന്നത്തെ ബജറ്റ് കൃത്യമായി, വളരെ സ്പഷ്ടമായി ജനം ടിവിയിലൂടെ മാത്രം കാണുക.